ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷത്തിലാണെന്ന് വിചാരിക്കണു. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഉത്കണ്ഠ, അതായത് ആങ്സൈറ്റി. എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് അല്ലേ? എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരവസ്ഥയാണ് അത് അല്ലേ? ഉത്കണ്ഠയെന്ന് ആരും ചെറുതായിട്ടും വലുതായിട്ടും ഉത്കണ്ഠപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലെ? എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് ഈ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ചെറിയ കാര്യത്തിലായിരിക്കും, നിസ്സാരമായ കാര്യത്തിന് ഉത്കണ്ഠപ്പെടാറുണ്ട്. വലിയ കാര്യങ്ങൾ വന്നാലും ഒരു ഉത്കണ്ഠയും ഒന്നുമില്ലാത്ത ആളുകൾ ചിലപ്പോ നമുക്ക് നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങളിലായിരിക്കും ചിലപ്പോ ഉത്കണ്ഠപ്പെടാറുള്ളത്. അപ്പോ നമുക്കിന്ന് അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ആവാം അല്ലെ? പലപ്പോഴും പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഒരു കൗൺസിലിങ്ങിന് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉത്കണ്ഠയാണ്, ഉറങ്ങാൻ കഴിയുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോ ഭയങ്കരമായിട്ട് പേടിയാണ്, അത് ശരിയാവില്ലേ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ സമീപിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കോഴ്സിൽ അവർ ജോയിൻ ചെയ്യാറുണ്ട്. ഉത്കണ്ഠയാണെന്ന് പറഞ്ഞിട്ട് EFT അത് സുഖപ്പെട്ടു പോവാറുണ്ട്. ഇത് ഹീലാവാത്ത ഒരു പ്രശ്നമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഉത്കണ്ഠ എന്ന് പറയുന്നത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മളുടെ ചിന്ത ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലി ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഓക്കെ, അതിനുള്ള എനിക്കറിയുന്ന ചില സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി ഫസ്റ്റില് നമുക്ക് എന്താണ് അതിന്റെ കാരണം എന്നൊന്ന് നോക്കാം. ഉത്കണ്ഠ എന്ന് പറയുന്നത് വെറുതെ അങ്ങുണ്ടാവുന്ന ഒന്നുമല്ല. നമ്മൾ ജനിച്ച ഉടനെ അങ്ങോട്ട് കിട്ടുന്ന സാധനമൊന്നുമല്ല, പൈതൃകമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയൊന്നുമല്ല ഉത്കണ്ഠ എന്ന് പറയുന്നത്. അതിന് പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസ്, നമ്മൾ വളർന്ന ചുറ്റുപാട്, ചൈൽഡ്ഹുഡ് ആവാം, അതല്ലെങ്കിൽ നമ്മൾ ടീനേജ് പ്രായത്തിലാവാം, അഡൾട്ടായിട്ട് അതിന് ശേഷമാവാം. പലവിധ നമ്മൾ പറയും കൈപ്പേറിയ അനുഭവങ്ങൾ എന്നൊക്കെ പറയില്ലേ? ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ചില കുട്ടികളുണ്ടാവും. അവരുടെ വീടുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇവിടെ ജീവിക്കുന്നത്? ഈ കുട്ടികൾക്കൊക്കെ ഉത്കണ്ഠ ഉണ്ടായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ വീട്ടിലുള്ള സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായ കുട്ടികളെ നമുക്ക് കാണാം. ചിലപ്പോ അവര് ഇവിടെ ട്രോമ, അതായത് അവരേൽക്കേണ്ടി വന്ന ചില ആഘാതങ്ങൾ, അത് പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ അത് വലിയൊരു ഉത്കണ്ഠയായിട്ട്, അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് മുന്നിൽ സുഗമമായ പോക്കിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നതായിട്ട്, അതല്ലെങ്കിൽ പിന്നെ ബാക്കോട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് കഴിവുകളുള്ള കുട്ടികളായിരിക്കും, കുറെ സ്കില്ലുകളുള്ള കുട്ടികളായിരിക്കും, പക്ഷെ അവരുടെ എന്തോ ഒരു തടസ്സം, ആ തടസ്സത്തെ കുറിച്ച് നമ്മളൊന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ റൂട്ട് കോസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ചെന്നെത്താൻ കഴിയുന്നത് അവർ കടന്നു പോന്ന വഴികളിലായിരിക്കും. അവരവരുടെ ആ ഒരു പരുക്കൻ ജീവിതത്തിലുള്ള അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ, അതല്ലെങ്കിൽ ട്രോമകളിലൂടെ, അതൊരു പക്ഷെ ഈ ഒരു സെക്ഷൽ അബ്യൂസ് ആയിരിക്കാം. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആരോടും പറയില്ല. പക്ഷെ ഒരു കൗൺസിലറുടെ മുന്നിൽ ഇരുന്നിട്ട് ചിലപ്പോൾ അവരൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ചെറുപ്പകാലത്ത് അവർക്ക് വേണ്ടപ്പെട്ട ചിലപ്പോൾ അച്ഛനോ ബാപ്പയോ ആരെന്തെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു സെക്ഷൽ അബ്യൂസ് ആണ് അവര് ഒരു വിവാഹ ജീവിതത്തിന് പ്രേരിപ്പിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ട് ഏജ് 30, 35, 40 ഒക്കെ ആയ പിന്നെ ആണുങ്ങളാവാം, ചിലപ്പോ സ്ത്രീകളാവാം. അവരുടെ പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റെന്തെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം.
പിന്നെ അതുപോലെ തന്നെ ആക്സിഡന്റ് ചിലപ്പോ എന്താണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതൊരു ഉത്കണ്ഠയായിട്ട്, അതല്ലെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്തൊരവസ്ഥ, വാഹനങ്ങൾ വന്ന് ഇടിക്കുമോ എന്നുള്ളൊരു പേടിയിലേക്ക് അവരെത്തും. അപ്പൊ അങ്ങനെയുള്ള ചില കാരണങ്ങൾ, വലുതോ ചെറുതോ ആയിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീടുകളിൽ നിന്നുള്ള സ്ട്രെസ് ആയിരിക്കാം. പങ്കാളികൾ തമ്മിലുള്ള വിയോജിപ്പ് സ്ട്രെസ്സിന് ഇടവരുത്തും. അത് അവരുടെ വർക്കിൽ ബാധിക്കും. മറ്റുള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ അത് ബാധിക്കും. അതുപോലെ തന്നെ സ്കൂളുകളിൽ, പഠനത്തില്, പിന്നെ പേഴ്സണൽ ലൈഫില് ഇതൊക്കെ തന്നെ സ്ട്രെസ് കൂടുതൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു ഉത്കണ്ഠയിലേക്ക് ചെന്നെത്തും. അതുപോലെ തന്നെ ഇപ്പൊ സ്കൂളിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം, അതല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഒട്ടും കുറവില്ലാതെ മാർക്ക് കിട്ടണം, ഫുൾ മാർക്ക് കിട്ടണം എന്നൊക്കെ കുട്ടികളെ നിർബന്ധിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സാം ഫിയർ അതുണ്ടാവും. പരീക്ഷയാവുമ്പോ ഒരുവിധം നന്നായിട്ട്, അതല്ലെങ്കിൽ ഒരുപാട് നന്നായി വീട്ടിൽ നിന്ന് പഠിക്കും, പക്ഷെ എക്സാം ഹാളിൽ ചെല്ലുമ്പോ എക്സാം പേപ്പർ കിട്ടുമ്പോൾ അവർക്ക് എന്തോ പഠിച്ചതൊക്കെ മറക്കുന്ന ഒരു അനുഭവം, അതല്ലെങ്കിൽ എഴുതാൻ കഴിയില്ലേ എന്നുള്ളൊരു പേടി. അവരുടെ മനസ്സിൽ അപ്പൊ തെളിഞ്ഞു വരുന്നത് എക്സാമിന്റെ ആൻസർ ആയിരിക്കില്ല, അവരുടെ അച്ഛനമ്മമാരുടെ, മാതാപിതാക്കളുടെ മുഖങ്ങളായിരിക്കും. ഒരു ആൻസർ എഴുതാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് പറയും, അച്ഛൻ എന്ത് പറയും, അമ്മ എന്ത് പറയും, വഴക്ക് പറയുമോ എന്നുള്ള പേടി അവിടെ മനസ്സിന്റെ ഉള്ളിൽ അവരുടെ ഉപബോധ മനസ്സിൽ അത് കെടുക്കുന്ന സമയത്ത് അവർക്ക് ആ എക്സാം ശരിക്കും നേരെ ചൊവ്വേ എഴുതാൻ സാധിക്കില്ല. അതൊരു ആൻസൈറ്റി ആയിട്ട് അവരുടെ മനസ്സിൽ അവിടെ കെടുക്കും. പഠനം എന്ന് പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്തിട്ട് അവർക്ക് പഠിക്കാൻ സാധിക്കില്ല. വളരെയധികം ഭാരിച്ചത് ആർക്കോ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും എത്തിപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അങ്ങനെയുള്ള കുറെ പിന്നെ സ്ട്രെസ്സുകൾ ഈ ആൻസൈറ്റിക്ക് കാരണമായിട്ട് വരും. പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് നമുക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂ പിന്നെ നമ്മൾ കാട് കയറി ചിന്തിക്കും. രോഗത്തെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്. പല വിധത്തിലുള്ള കാട് കയറി, തലവേദന വരുമ്പോഴത്തേനും അത് അവിടെ ട്യൂമർ ഉണ്ടാവോ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള സംശയങ്ങൾ വെച്ച് പുലർത്തിയിട്ട് അങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ അത് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് കൂടുതൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുമാതിരി തന്നെ ഈ ഡയബറ്റിക് ആയ തൈറോയിഡ് ഇതൊക്കെ ഉണ്ടാവുമ്പോ എന്താണ്, നമുക്ക് അത് ഡയബറ്റിക് എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ ചിന്തകളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണ് കാര്യമായിട്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കുന്നു എന്ന് മാത്രമല്ല, ജീവിതശൈലി രോഗങ്ങളാണല്ലോ അതല്ലേ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എന്നൊക്കെയാണ് അതിന് പറയാം. അപ്പൊ പിന്നെ അതുമാതിരി തന്നെ പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ആൽക്കഹോളിക് ആവുക, അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ ഉപയോഗം, അങ്ങനെ മയക്കുമരുന്ന്, പിന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഒരു ആൻസൈറ്റി ഡിസോർഡറിലേക്ക് എത്തിപ്പെടും. പലപ്പോഴും അത് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വിഷമിക്കുന്ന മനസ്സിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെഗ് അടിക്കും. ആ പെഗ് പിന്നെന്താണ് 2ലേക്ക് മാറും. പിന്നെ മുഴുകുടിയന്മാരായിട്ട് പിന്നെ മാർന്ന് പോരാത്തൊരു അവസ്ഥയിലേക്കായിരിക്കും അതെത്തിക്കുക. പിന്നെന്താണ്, അവരുടെ കൈകാലുകൾ വിറക്കും. അങ്ങനെയുള്ള ആൻസൈറ്റി ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പിന്നെ അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയോളം അത് ചെന്നെത്തും എന്നുള്ളതാണ്. പിന്നെ മെന്റൽ ഹെൽത്ത് ഡിസോർഡർ, അതായത് ഡിപ്രഷൻ ഉണ്ടാവുന്നത് തന്നെ എന്താണ്, ചിന്തകൾ കാട് കയറിയിട്ടാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ, അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകൾ, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അവർക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഡിപ്രഷൻ ഉണ്ടാവുക. അപ്പൊ ഡിപ്രഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ കൂടെ തന്നെ വരുന്നൊരു സംഭവമാണ് എന്ത്, ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൈപ്പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 അറ്റത്തുള്ള ഒരു അവസ്ഥ. ദേഷ്യം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം അഗ്രസീവായിട്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സന്തോഷമാണെങ്കിലും ദേഷ്യമാണെന്നുണ്ടെങ്കിലും അതിന്റെ മാക്സിമത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊക്കെ തന്നെ നമുക്ക് ചിന്തയിൽ നിന്നും നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണ്. നെഗറ്റീവ് ചിന്തകൾ ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതം, അതല്ലെങ്കിൽ പിന്നെ അൺസേഫ്റ്റി ആയിട്ടുള്ള പിന്നെ ലൈഫ് കണ്ടീഷൻസ്, അതായത് നമ്മുടെ വീട്ടിൽ സേഫ് അല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ വിശ്വസിച്ച് ബന്ധുവല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവര് പുറത്ത് കാണിക്കുന്ന ആ മാന്യമായ അവസ്ഥയായിരിക്കില്ല, അതൊരു പിശാചിന് മുഖം മൂടിയിട്ട പോലെയുള്ള ഒരു മാന്യതയായിരിക്കും അവർ കാണിക്കുന്നത്. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത അനുഭവങ്ങൾ അതിലവരായിരിക്കും അവരുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അത് അടിച്ചമർത്തി ഡിപ്രഷനിലോട്ട് പോയി ആങ്സൈറ്റിയിലോട്ട് പോയിട്ട് അങ്ങനെ ലൈഫ് മുഴുവൻ സ്പോയിൽ ആവുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ സേഫ് അല്ലാത്ത എല്ലാ നിലക്കും ഇപ്പൊ മദ്യപിച്ച് വീട്ടിൽ വരുന്ന അച്ഛന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം, ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ വരാറായ സമയമാവും ആയി കഴിയുമ്പോഴേക്കും മക്കളുടെ മനസ്സിൽ ഒരു ആദി വരും, അല്ലെ, ഒരു പേടി വരും, ഒരു ഉത്കണ്ഠ വരും. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? അമ്മനെ തല്ലണത് കാണേണ്ടി വരും, പാത്രങ്ങൾ എറിഞ്ഞുടക്കുന്നത് കാണേണ്ടി വരും, അച്ഛന്റെ വായിലിരിക്കുന്ന തെറിപ്പാട്ടുകൾ മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പൊ ആ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല, നന്നായി ചിന്തിക്കാൻ കഴിയില്ല, നല്ല ഉറക്കം കിട്ടില്ല. എന്താണ്? ആങ്സൈറ്റി ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സേഫ് അല്ലാത്തൊരു ചുറ്റുപാടുകളിൽ ജീവിക്കേണ്ടി വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നീട് ഇങ്ങനെയുള്ള ഒരു ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് എത്തിപ്പെടും. പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താണ്, ഭാവിയെ കുറിച്ച് വല്ലാതെ ചിന്തിക്കും, അല്ലെ? ഭാവിയിൽ ഞങ്ങൾ എന്തായി തീരും, ഇങ്ങനെ കാശില്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്റെ മക്കളുടെ ഭാവി എന്താവും, ഇങ്ങനെ പോകും ചിന്തകൾ. ഇനി ഫിനാൻഷ്യലി വെൽ സെറ്റപ്പ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ എന്താണ്, എനിക്കൊരു രോഗം വന്ന് കിടപ്പിലായാലോ എന്ന് ചിന്തിച്ചിട്ട് അത് എന്റെ മക്കള് പട്ടിണിയാവില്ലേ, എന്റെ ഭാര്യ കഷ്ടപ്പെടില്ലേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഭാവിയെ കുറിച്ച് അനാവശ്യമായിട്ട്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു അനാവശ്യമായിട്ട് ചിന്തകൾ കാട് കയറിയിട്ട് അതൊരു ആങ്സൈറ്റിയിലോട്ട് എത്തിപ്പെട്ടു. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. അപ്പൊ അത് ഫാമിലിന്റെ ഇടയിലായാലും അതുമാതിരി തന്നെ ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോകും. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കിന് അവർ ദേഷ്യം പിടിക്കോ, അതല്ലെങ്കിൽ എനിക്ക് കുറച്ച് ക്യാഷ് കടം കൊടുത്തത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ ആവോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പ്. അതായത് ഹസ്ബൻഡ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ദേഷ്യപ്പെടും, അങ്ങനെ ഞങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവും, ഭാര്യ ദേഷ്യപ്പെടും. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് തകർന്നു പോകുമോ എന്നുള്ള ഭയം, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ്, ഇതൊക്കെ തന്നെ നമുക്ക് ഒരു ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് എത്തും. അതുമാതിരി തന്നെ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതായത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് എന്നൊക്കെ പറയുമല്ലോ, സെറോട്ടോണിന്റെ ഡോപ്പമിന്റെ ഒക്കെ കുറവും. സെറോട്ടോണിൻ കുറയുമ്പോൾ എന്താണ് ഉണ്ടാവുക, അത് ഒരു ഡിപ്രഷനിലോട്ട് പോകും. അത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉന്മാദമായ ഒരു അവസ്ഥയിലേക്ക്, മുഴുത്ത ഭ്രാന്തിലേക്കൊക്കെ ചിലപ്പോൾ പോയി എന്ന് വരും. അപ്പൊ ഈ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ, അതൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ബ്രെയിൻ കെമിസ്ട്രിയെ അത് വല്ലാതെ എഫക്ട് ചെയ്യും. അപ്പൊ അത് ഒരു ആങ്സൈറ്റി ഡിസോർഡറിലോട്ട് അത് പോകും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതുമാതിരി തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലി, ഉദാഹരണത്തിന് ലാക്ക് ഓഫ് സ്ലീപ്പ്, അതായത് ഉറക്കക്കുറവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആങ്സൈറ്റിയിലോട്ട് പോകും. ഉറക്കാണല്ലോ മനുഷ്യന് പിന്നെ മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ഒന്ന് ശാന്തമാക്കുന്ന, അതിന് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം തരുന്ന മുഖ്യമായ ഘടകങ്ങളിൽ ഒന്ന് നല്ല ഉറക്കം, ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു നല്ല ഉറക്കം കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വെറുതെ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ വെറുതെ സമയം കളഞ്ഞിട്ട് സൊറച്ചിരുന്നിട്ട് ഉറങ്ങാൻ നേരം വഴുകും, നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കുറെ ഉറക്കമൊഴുക്കലുകൾ, ഇതൊക്കെ തന്നെ എന്താണ് നമുക്ക് ആൻസൈറ്റിയിലോട്ട് പോകുന്ന കാരണങ്ങളാണ്. അതുമാതിരി തന്നെ പുവർ ഡയറ്റ്, നമ്മളുടെ ഡയറ്റ്, നമ്മുടെ ഭക്ഷണശൈലിയിൽ പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റുകൾ, ഭക്ഷണത്തിന്റെ സ്വഭാവം നമുക്ക് ആരോഗ്യകരമല്ലാത്തൊരു ഭക്ഷണത്തിന്റെ ഒരു രീതിയാണ് നമ്മുടെ വീടുകളിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് റിഫൈൻഡ് ഫുഡ് എന്നൊക്കെയാണ് പുസ്തകങ്ങളിൽ കാണുന്നത്. റിഫൈൻഡ് ഫുഡ്, സംസ്കരിച്ച ആഹാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
നമുക്ക് ഈ ഒരു ആങ്സൈറ്റി ഡിസോർഡറിലോട്ട് പോകും എന്നാണ്. അത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചിന്തകള് അത് തന്നെയാണ്. നമ്മുടെ ഉറക്കം, നമ്മുടെ മനസ്സിന് സ്വസ്ഥത ഇല്ലാത്തൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാം. ഫുഡിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ടേസ്റ്റ് ഇല്ലായ്മ അങ്ങനെ സംഭവങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് അതിലൂടെ നമുക്ക് എന്തുണ്ടാവും, ആങ്സൈറ്റി വരും എന്നുള്ളതാണ് കാര്യമായിട്ടുള്ളത്. ഇതൊക്കെ വരുന്നത് മൂല ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്, നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സിംറ്റംസ് നോക്കാം. ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ചിലർക്ക് വല്ലാതെ നെഞ്ഞിടിക്കലുണ്ടാവും. അപ്പൊ ആ നെഞ്ഞിടിപ്പ് കൊണ്ട് മാത്രം നമ്മള് എനിക്ക് ആങ്സൈറ്റി ആണ്, ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പലർക്കും പല രീതിയിലായിരിക്കും അതിന്റെ സിംറ്റംസ് ഉണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെ വേഗത്തിൽ നെഞ്ഞിടിക്കുക എന്നൊക്കെ പറയുന്നു. അപ്പൊ എനിക്കൊരു ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ഒരാളായിരുന്നു. കാരണം എനിക്കൊരു ഉറക്കത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഉറക്ക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്റെ രണ്ടാമത്തെ മോളെ പ്രഗ്നൻസി ടൈമില് എനിക്ക് സാധാരണഗതിയിൽ പിന്നീടാണ് മനസ്സിലായത് ഗർഭിണികൾക്ക് അങ്ങനെ ചിലപ്പോൾ ഉറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളത്. ആ സമയത്ത് ഞാൻ കുഞ്ഞിനെന്തെങ്കിലും പറ്റി പോവോ എന്നുള്ള ഒരു ആങ്സൈറ്റി, ഞാൻ ചെറുപ്പാണ്, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കുഞ്ഞിനെന്തെങ്കിലും പറ്റി പോവോ എന്നുള്ള ഒരു ആങ്സൈറ്റി എന്റെ മനസ്സിൽ കടന്നുകൂടി. ആ കടന്നുകൂടി ശരിക്കും കൃത്യം ഗർഭിണികൾ 8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അഡ്വൈസും കൂടി ആയപ്പോ പിന്നെ പൂർത്തിയായി. അപ്പൊ ഞാൻ കണക്ക് കൂട്ടും, എനിക്ക് 2 മണിക്കൂറേ ഉറങ്ങാൻ സാധിച്ചിട്ടുള്ളൂ, ബാക്കി 6 മണിക്കൂർ ഇനി എപ്പോ ഉറങ്ങും, 24 മണിക്കൂർ കഴിഞ്ഞു, ഇനി എപ്പോ ഉറങ്ങും ഞാൻ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റി പോവോ എന്നുള്ള ആ ഒരു പേടി അത് അങ്ങോട്ട് മനസ്സിൽ കടന്നു കൂടിയിട്ട് പിന്നെ ചെറിയൊരു സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഞാൻ ഞെട്ടി ഉണരും. പിന്നെ കയ്യും കാലും വിറക്കും, നല്ല നെഞ്ഞിടിപ്പ് ഉണ്ടാവും, പിന്നെ തൊണ്ട വരളും, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ, ഒക്കെ തണുത്ത് മരവിച്ച പോലെ ആവും. അപ്പൊ നമ്മൾ വേഗം ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയത് എന്താണ്, അപ്പൊ ആങ്സൈറ്റി ആണെന്നുള്ളൊരു ഇത് കിട്ടി. പക്ഷെ അതിന്റെ സൊല്യൂഷൻ ഒന്നും അറിയില്ലായിരുന്നു, ആങ്സൈറ്റി ആണെന്ന് മാത്രം അറിയാം. അങ്ങനെ ഒരു 29-30 വർഷത്തോളം ഞാൻ ഈ ഒരു പ്രശ്നം കൊണ്ട് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സൗണ്ടും കേൾക്കാൻ പാടില്ല. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാൻ കിടക്കുള്ളൂ. ഒരിത്തിരി ഒന്ന് സൗണ്ട് കേൾക്കാൻ പാടില്ല, അപ്പോഴേക്കും ഞെട്ടി കഴിച്ച് പിന്നെ ഉറക്കില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ സൈക്കോളജിസ്റ്റുമാരെയൊക്കെ കണ്ടു, പക്ഷെ അതുകൊണ്ടൊന്നും മാറിയിട്ടില്ല. ഇപ്പൊ മാറിപ്പോയത് EFTയിലോട്ട് വന്നതിന് ശേഷം, EFT പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇപ്പൊ ബെഡ് കാണേണ്ട താമസമേ ഉള്ളൂ. എന്ത് കോലാഹലങ്ങൾ ഉണ്ടായാലും ഞാൻ ഉറങ്ങും. ഇപ്പൊ ഒരു പ്രശ്നവുമില്ല, അൽഹംദുലില്ലാ. അപ്പൊ അതിന്റെ ആ പിന്നെ എന്താണ് അതിന് കാരണം എന്നുള്ള ഒരു ട്രിഗർ ഉണ്ടാവും. അത് മനസ്സിലാക്കി അതിനെ പുറത്തെടുത്ത് ഹീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പോകും. അത് സൊല്യൂഷനിൽ വരുന്നുണ്ട് അതെല്ലാം. അതുമാതിരി തന്നെ വേഗത്തിലുള്ള ശ്വാസം, ഷോർട്ടായിട്ട് നമ്മൾ ശരിക്കും ഒരു മനുഷ്യന്റെ ഹെൽത്തി ആയിട്ടുള്ള ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് കുറച്ച് ഡീപ്പായിട്ട് ശ്വാസം വലിച്ചു വിടുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ വേഗത്തിൽ ശ്വാസം വലിച്ചു വിടുന്നുണ്ടെങ്കിൽ അത് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ഹാബിറ്റ് ആണ്. അതുമാതിരി തന്നെ തലക്ക് എന്തോ ഒരു കനം പോലെ, അതല്ലെങ്കിൽ ഭാരക്കുറവ് പോലെ നടന്നാൽ ഇങ്ങനെ ബാലൻസ് പിന്നെ തെറ്റുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ അതുപോലെ തന്നെ വിയർപ്പ്, പിന്നെ ഏത് തണുപ്പിലും നമ്മൾ നന്നായി വിയർക്കുന്ന ഒരവസ്ഥ. അതുമാതിരി തന്നെ പിന്നെ വിറയല്, ശരീരത്തിന് വിറക്കല് വരും. അതുമാതിരി തന്നെ നമുക്ക് അകാരണമായിട്ടുള്ള ഒരു തലവേദന, മസിൽ പെയിന്, അതുപോലെ തന്നെ നമ്മുടെ വയറ്റിന് സ്റ്റൊമക്കില് പ്രോബ്ലം എന്ന് വെച്ചാൽ ഡൈജസ്റ്റ് ആവില്ല, ദഹനക്കേടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്നുകിലും വയറ്റിന്ന് കുറച്ച് ലൂസായിട്ടൊക്കെ ഇങ്ങനെ പോവും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റിപ്പേഷൻ, അതായത് പിന്നെ മലബന്ധം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടായിരിക്കും. എന്നുവെച്ചാൽ ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഒരു ദഹന പ്രക്രിയ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഉറക്കക്കുറവുണ്ടാവും, ഉറങ്ങാൻ ഭയങ്കര പ്രയാസം അനുഭവപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ അതുപോലെ തന്നെ ദാഹം തോന്നും, തൊണ്ട വരളുന്നത് പോലെ അനുഭവപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആണ് സാധാരണഗതിയിൽ തലവേദന, വയറുവേദന, മേല് കൈകൾ വേദന, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ കുറെ സിംറ്റംസ് ആണ് നമുക്ക് സാധാരണഗതിയിൽ ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാവുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതിന്റെ പിന്നെ
എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിൽ അത് എഫക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി, വെറും ഫിസിക്കലി ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഈ ഇമോഷണൽ സിംറ്റംസ് ഉണ്ട്. അതായത് പിന്നെ നമുക്കൊരു പേടി തോന്നുക, ഭയം തോന്നുക. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഉറക്കത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പൊ എനിക്ക് ഒരു 9 മണിയോ 10 മണിയൊക്കെ ആകുമ്പോൾ ഒരു തരം ഭയമാണ്, ഞാൻ ഉറങ്ങൂലേ എന്നുള്ള ഒരു തരം പേടിയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യത്തിനെ കുറിച്ചാണോ ചിന്തിക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം ഇപ്പൊ എക്സാം എഴുതാൻ ഒരു ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ എക്സാം ആണ് നമ്മുടെ അവിടുത്തെ ട്രിഗർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ പിന്നെ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് ഒരു പേടിയും ഒരു ആങ്സൈറ്റികളും എന്ന് വെച്ചാൽ അതാണ്, അവിടെയാണ് ആ കാരണം കെടുക്കുന്നത്, അതിന്റെ റൂട്ട്, അതിന്റെ വേര് കെടുക്കുന്നത് അവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുമാതിരി തന്നെ നെർവസ് ആവും, ടെൻഷൻ ഉണ്ടാവും. നമ്മള് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ, ഇതുപോലുള്ള ഇഷ്ടപ്പെടാത്ത ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാതെ നെർവസ് ആവും. അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ ഫീൽ ചെയ്യും. പിന്നെ മറ്റൊരു ഇതാണ് റെസ്റ്റ്ലെസ് ആവുക എന്നുള്ളത്. അതായത് ഇപ്പൊ രാത്രിയൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. നമുക്ക് പിന്നെ ഒരു റെസ്റ്റ് ഇല്ലാതെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിങ്ങനെ, ടെൻഷനും ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ്, കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിയടിച്ചുകൊണ്ടിരിക്കും ഒരു ഭാഗത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ കൈകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും സംഗതികൾ ഇങ്ങനെ തിരിപ്പിടിച്ചും കൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ആയിരിക്കും ഉണ്ടാവുക. അതുമാതിരി തന്നെ ഒരു ഇറിറ്റബിലിറ്റി, പെട്ടെന്ന് ദേഷ്യം വരിക, എപ്പോഴും ഒരു ദേഷ്യമുള്ള ഒരു മൂഡിൽ ഉണ്ടാവും. നമുക്ക് ആങ്സൈറ്റി ഉള്ള സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ ദേഷ്യം വരും. അത് നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് ആ സമയത്ത് എന്തോ ഓർത്തിട്ട് അവർ ടെൻഷനായി നിൽക്കുന്ന സമയമാണ്, ആങ്സൈറ്റി ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നത്, ഇറിറ്റേഷൻ കാണിക്കുന്നത്. അത് ചിലപ്പോൾ സ്വന്തത്തോടായിരിക്കാം. സെൽഫ് ലവിന്റെ കുറവുണ്ടെങ്കിൽ സ്വന്തത്തോട് തന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, മറ്റുള്ളവരോടായിരിക്കാം. അതൊക്കെ തീർക്കുന്നത് എന്താണ്, ചിലപ്പോ പുറത്തുള്ള ആരെങ്കിലും കുറിച്ച്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അനുഭവപ്പെടുന്ന ഒരു ആങ്സൈറ്റി ആയിരിക്കും ജോലിക്കിറങ്ങാം, അതായിരിക്കും ചിലപ്പോ വീട്ടില് അത് കാണിക്കുന്നത്, ആ പൊട്ടിത്തെറിയൊക്കെ കാണിക്കുന്നത്. കാരണം പുറത്തായിരിക്കും, വീട്ടിനുള്ളിലായിരിക്കില്ല. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതെന്തോ മനസ്സിൽ എന്തോ കാര്യമായിട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതും ഈ ഒരു ഇറിറ്റേഷൻ കാണിക്കുന്നതും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുമാതിരി തന്നെ ഒരു സംഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അവർക്കൊരു ഏകാഗ്രത, ശ്രദ്ധക്കുറവുണ്ടാവും. പല പല ചിന്തകളുണ്ടാവും. ഇപ്പൊ പ്രയറിന്റെ സമയത്താണെങ്കിൽ, ഇപ്പൊ നമസ്കരിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധക്കുറവ്, സാധാരണഗതിയിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാവും. പക്ഷെ ആങ്സൈറ്റി ഉണ്ടാവുമ്പോൾ നമുക്ക് പൊതുവേ ഒരു ശ്രദ്ധക്കുറവ്, ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇപ്പൊ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഒറ്റപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആങ്സൈറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സിംറ്റമാണ്, ഒരു ഇമോഷണൽ സിംറ്റമാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അവര് വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കാം ഉണ്ടാവുക. അപ്പം ചെയ്യുന്ന എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ചിലപ്പോ അതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളൂ. ഇപ്പൊ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പിടാൻ മറക്കും, പിന്നെ മുളക് കൂടുതലിടും, ഉപ്പ് കൂടുതലിടും, 2 പ്രാവശ്യം ഉപ്പ് ഇട്ടെന്ന് വരും, 2 പ്രാവശ്യം മുളക് പൊടി ഇട്ടെന്ന് വരും. അപ്പൊ പിന്നെ നമ്മൾ താമസിച്ച് നോക്കുമ്പോഴായിരിക്കും പിന്നെ അതിനെ കുറിച്ച് മനസ്സിലാക്കുക, ആ സമയത്ത് എനിക്ക് അതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഡോറ് ലോക്ക് ചെയ്തോ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയോ ഒരു തരം OCD ഉള്ള ഒരു അവസ്ഥയിലോട്ടും ഇത് ചെന്നെത്തും. ഓക്കെ, വസ്വാസം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ പിന്നെ വരാനിരിക്കുന്ന ഒരു വിനാശത്തിന്റെ കുറിച്ചുള്ള, അതല്ലെങ്കിൽ ഒരു അപകടകരമായ അവസ്ഥ വന്നേക്കുമോ എന്നുള്ളൊരു ഭയം, എനിക്ക് ഇന്ന രോഗം പിടിപെട്ടേക്കുമോ, അതല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപകടങ്ങളോ വിനാശകരമായ സംഗതികളോ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ചിന്ത, അത് നമ്മുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആങ്സൈറ്റിയുടെ സിംറ്റമാണ്. അങ്ങനെയുള്ള പിന്നെ വേണ്ടാതെ കാട് കയറിയിട്ട് ഉള്ള ചിന്ത എന്ന് പറയും. പിന്നെ ഇനിയുള്ളത് ബിഹേവിയറൽ ആയിട്ടുള്ള, നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ചില സിംറ്റംസ് ആണ്, ചില ലക്ഷണങ്ങളാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഈ ആങ്സൈറ്റി ഉണ്ടാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അവർ ആ ആങ്സൈറ്റി ഉണ്ടാവും എന്ന് കാണുന്ന സിറ്റുവേഷൻ
പരമാവധി അത് ഒഴിപ്പോ ഉദാഹരണത്തിന് ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജിൽ എന്തെങ്കിലും 2 വാക്ക് പറയാൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. സംസാരിക്കാൻ അറിയാണ്ടല്ല, പോയിന്റ് നല്ല അറിവുണ്ടാവും, അതിനുള്ള കഴിവുണ്ടാവും. പക്ഷെ എന്നാലും ഒരു എന്താണ് ആങ്സൈറ്റി ഉണ്ടാവും, അത് തെറ്റിപ്പോവുക, മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടുന്ന് പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി വലിയ സെക്ഷൽ അബ്യൂസ് ഒക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വിവാഹ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് മാതാപിതാക്കളോട് എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് ഇപ്പൊ വേണ്ട എന്ന് ആദ്യം പറയും, പിന്നീട് പറയും പിന്നെ ജോലി ആവട്ടെ, ഞാനൊന്ന് സെറ്റിൽ ആവട്ടെ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പറയും 2 വർഷം കഴിയട്ടെ. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് അവോയ്ഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിന്റെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ചെന്നെത്താതെ കഴിവിന്റെ പരമാവധി അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു ബിഹേവിയറൽ സിംറ്റംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വറീസ്, നമുക്കുള്ള ഉണ്ടാവുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇതൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരിക എന്നുള്ളതാണ്. ദുഃഖമാണെന്നുണ്ടെങ്കിൽ ആ ദുഃഖം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരിക, ദേഷ്യമാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് പിന്നെ സംസാരങ്ങൾ, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ അതുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അത് റെഡ്യൂസ് ആകും. എന്ന് വെച്ചാൽ നമ്മള് നന്നായി പ്രവർത്തിക്കുന്ന, ചിലപ്പോ പഴയ കാലത്ത് നന്നായി ഒരു സോഷ്യലായിട്ട് നല്ല ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളായിരിക്കാം, ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം. പെട്ടെന്ന് ചിലപ്പോ എന്തെങ്കിലും കാരണവശാൽ പുറകോട്ട് വലിഞ്ഞ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ പിന്നെ പ്രൊഡക്ടിവിറ്റി കുറയുന്ന ഒരവസ്ഥയിലേക്ക് വരും. എന്ത് ചെയ്യാനും തോന്നുന്നില്ല, ഒന്നും ചെയ്യാൻ ശരിയാവുന്നില്ല, പിന്നെ എന്തിനാ ഞാനിത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലോട്ട് വരും. സംഗതി എന്താണ്, എന്തെങ്കിലും കാരണവശാൽ അവരുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള ആങ്സൈറ്റി ആയിരിക്കും അവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയെ ബാധിച്ചിട്ടുണ്ടാവുക. അതുമാതിരി തന്നെ എന്തെങ്കിലും കാര്യങ്ങളിലുള്ള പെർഫോമൻസിനെ അത് ബാധിക്കും. പിന്നെ ജോലി സ്ഥലത്ത്, അതുപോലെ തന്നെ സ്കൂളില്, സോഷ്യൽ ലൈഫില് ഒക്കെ ഉള്ള ഒരു പെർഫോമൻസും അതിനുള്ള ഒരു ആത്മവിശ്വാസവും അതിനുള്ള ഒരു കോൺഫിഡൻസും ഒക്കെ ഒന്ന് ചുരുങ്ങി ഇല്ലാതായിട്ട് വരുന്നതായിട്ട് കാണാം. ആളുകളോട് സംസാരിക്കാൻ മടി, പിന്നെ ഇടപഴകാൻ മടി, അങ്ങനെയുള്ള പിന്നെ ബിഹേവിയറിൽ ഒക്കെ ഒരു ചേഞ്ചസ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇനി നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് പോവാം. ഇപ്പൊ ഇത്രയും നമ്മൾ അതിന്റെ സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിന്റെ ഒരു കോസസ്, അതിന്റെ ഒരു കാരണങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് പോവാം. എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത് പലർക്കും പല രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നുണ്ടാവുക. മിക്കവാറും ആളുകൾക്ക് ഒരു പേടി സ്വഭാവത്തിലാണ്. ചെയ്യാനുള്ള തടസ്സങ്ങൾ, മാർഗ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്താണ്, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുമ്പോൾ അവിടെ എന്താണ് ഒരു ആങ്സൈറ്റി എന്തായിരുന്നാലും എല്ലാവർക്കും അപ്പൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഇതിന് മരുന്നില്ലേ, ഇതിന് ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഫസ്റ്റില് നമ്മള് പിന്നെ മനസ്സും നമ്മുടെ ചിന്തയും ഒന്ന് ശാന്തമാക്കുക എന്നുള്ളതാണ്. ആങ്സൈറ്റി വരുമ്പോ എന്താണ്, നമുക്ക് ഒന്ന് കാമാവുക, ദീർഘമായി ശ്വാസം വലിക്കുക. ശ്വാസം വലിച്ചതിന് ശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക മൈൻഡ്ഫുൾനെസ് ആണ് നമ്മൾ കാര്യമായിട്ട് അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഭാവിയെ കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നിൽ ജീവിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവും, അതിൽ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ഓർത്ത് ഒരു വ്യാകുലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതങ്ങനെ ആയല്ലോ, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ ആവുമായിരുന്നു, അതന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തുമായിരുന്നു, ഞാൻ ആരാവുമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു നഷ്ടബോധം അതെപ്പോഴും നമ്മൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠ അതില്ലാതെക്കാൻ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ജീവിക്കുക, ഇന്നത്തെ സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുക. നാളത്തെ കാര്യം നമ്മുടെ കയ്യിൽ കിടക്കുന്നതല്ല, അതങ്ങ് വിടുക, വരുന്നത് വരട്ടെ എന്ന് വെച്ചിട്ട് സമ്പാദിക്കണം എന്ന് സമ്പാദിക്കാതിരിക്കണം അങ്ങനെയൊന്നും അല്ല പറയുന്നത്.
പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വല്ലാതെ വറീസ് ആവാതെ ഇന്നത്തെ സന്തോഷം പരമാവധി നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിൽ നമ്മൾ സംതൃപ്തരാവുക, അതിനെ അനുഭവിക്കുക, ഇന്ന് ജീവിക്കുക. അതിന് ഏറ്റവും നല്ലതാണ് പ്രയർ, നമ്മുടെ പ്രാർത്ഥനകൾ പരമാവധി നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഇന്ന് ജീവിക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ അതിന് നല്ലൊരു മരുന്നാണ് നമ്മുടെ ആങ്സൈറ്റി ഇല്ലാതാക്കാൻ. കുറച്ച് സമയം നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നാം ഉള്ളിലോട്ട് തന്നെ, ലുക്ക് ഇൻസൈഡ് എന്നാണ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. നമ്മുടെ പ്രോബ്ലംസിന് അത് സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങളും പടച്ച തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കണ്ണടച്ചിരുന്നിട്ട് നാം നമ്മെ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. നമ്മെ കുറിച്ചുള്ള, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, നമ്മുടെ ഫീലിങ്സ് എന്താണ്, ഇമോഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്ന് അവെയർ ആവുക, ഒരു അവബോധം ഉണ്ടാവുക. അപ്പൊ അതിന് ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിന് ശക്തി വരും. ഏത് സന്ദർഭവും ഏതൊരു സിറ്റുവേഷനും ഓവർകം ചെയ്യുവാനുള്ള ഒരു ധൈര്യവും മനസാന്നിധ്യവും ഒക്കെ നമുക്ക് കിട്ടും. പ്രയർ കൊണ്ട്, മെഡിറ്റേഷൻ കൊണ്ടൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താലും നമുക്ക് കിട്ടും. പിന്നെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ പിന്നെ ഇത് ഇമോഷൻസ്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ റിലീസ് ചെയ്യാന്, നമ്മിൽ നിന്ന് അങ്ങോട്ട് കളയാന് നമ്മുടെ മസിൽസ് ഒക്കെ എന്താ പറയാ, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ അതിന് സാധിക്കും എന്നുള്ളതാണ്. അതുമാതിരി തന്നെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ആങ്സൈറ്റി എന്താവും, കുറഞ്ഞു വരും, റെഡ്യൂസ് ചെയ്തിട്ട് വരും നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. അതുമാതിരി തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ക്വാളിറ്റി സ്ലീപ്പ്, സമയത്തിന് ഉറങ്ങുക, നേരത്തെ ഉണരുക എന്നുള്ള ഒരു സ്വഭാവം. ആ ഉറക്കം തന്നെ നന്നായിട്ട് ഉറങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ് നമ്മൾ ഈ മൊബൈലും ഇതുപോലെ ഡിവൈസുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉറക്കത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, കിടക്കുക. ഇങ്ങനെയുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ രാവിലെ കൃത്യസമയത്ത് ഉണരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അലാറം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങോട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ഉണർന്നോളും. നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് അവിടെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ 3 സംഗതികൾ ശ്രദ്ധിക്കുക: നമ്മുടെ ഉറക്കം, അതുമാതിരി നല്ല ഭക്ഷണം, അതുപോലെ തന്നെ എക്സസൈസ്. ഈ ഇങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല്. ഈ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ ഉറക്കം ഇത് മാത്രമല്ല പെടുക, നമ്മുടെ സമയനിഷ്ഠ എല്ലാം അതിൽ വിടുക, അതൊക്കെ വരുന്നുണ്ട്. അപ്പം പിന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുത്താൽ തന്നെ നമുക്ക് ആൻസൈറ്റി പടിക്ക് പുറത്താവും. അതുപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്ക് നന്നായിട്ട്, ഈ ആൻസൈറ്റി വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ഉള്ളിലോട്ട് ശ്വാസം എടുക്കുക. നമ്മുടെ നെഞ്ചിനകത്തേക്കല്ല, വയറിനകത്തേക്ക് ശ്വാസം എടുക്കുക. നന്നായി ഡീപ്പായിട്ട് ശ്വാസം എടുക്കുകയും ഡീപ്പായിട്ട് തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. അങ്ങനെ അത് പലവട്ടം ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസൈറ്റിക്ക് ഒരു കുറവ് വരും. പിന്നെ സ്ക്രീൻ ടൈം ഒന്ന് ലിമിറ്റ് ചെയ്യാം. ഇത് മൊബൈലായാലും നമ്മുടെ TV ആയാലും ലാപ്ടോപ്പ് ആയാലും ഏതായാലും വേണ്ടില്ല, നമ്മുടെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ചില ന്യൂസുകൾ, അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില സിനിമകള്, സീരിയലുകള്, ഇതൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചില ട്രോമകളെ പുറത്തേക്ക് കൊണ്ടുവരും. നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ഉദാഹരണത്തിന് ന്യൂസ് കാണുമ്പോൾ നമ്മളൊരു ആക്സിഡന്റ് കാണുകയാണ്, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം കാണുകയാണ്. അപ്പൊ വെള്ളപ്പൊക്കത്തിൽ വീട് നശിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ പഴയ കാലം നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരും. അന്നത്തെ ഉറക്കം നഷ്ടപ്പെടും. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഉറങ്ങിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ അത് പിന്നെ ആങ്സൈറ്റിയിലോട്ട്, പഴയ പിന്നെ സംഗതികളിലോട്ട് വീണ്ടും വരും. അതുപോലെ തന്നെ ചില ആക്സിഡന്റ് കാണുക, അതുമാതിരി തന്നെ TV സിനിമകളിൽ കാണുന്ന ചില
സെക്ഷൽ അബ്യൂസ് ആയിട്ടുള്ള ചില രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അഭിമുഖീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ട്രോമയായിരിക്കും തികട്ടി വരുന്നത്. അപ്പം എന്താണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് വീണ്ടും നമ്മെ ആ ഒരു അവസ്ഥയിലോട്ട് ചെന്നെത്തിക്കും. അത് ഉള്ളിൽ നിന്ന് പറിച്ചെടുത്ത് വേരോടുകൂടെ പറിച്ചെടുത്ത് കളയുകയാണ് വേണ്ടത്. വേരോടുകൂടെ പറിച്ചെടുത്ത് കഴിഞ്ഞ സംഭവങ്ങൾ പിന്നെ കാണുമ്പോൾ ഒരു പക്ഷേ അത് തിരിച്ചു വന്നേക്കാം എന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ ഈ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു പല സംഗതികളും നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച പല സംഗതികളും അവിടെ മുടങ്ങിപ്പോകും. അപ്പൊ നമുക്ക് ആദ്യമാവും ചിലപ്പോ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് ഇന്ന സമയത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാം എന്ന് ഏറ്റിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ അവിടെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. സമയം നോക്കാതിരിക്കുമ്പോ പിന്നെ അവിടെ ഒരു വീഴ്ച വരും. അപ്പൊ കയ്യോ അത് ചെയ്തില്ല, അതല്ലെങ്കിൽ ഇനി സമയമില്ലല്ലോ ചെയ്യാൻ എന്നുള്ള ഒരു ഉത്കണ്ഠയിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അപ്പൊ ഓരോ ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അന്നൊന്ന് ചെയ്തിട്ടില്ല എങ്കിൽ പിറ്റേ ദിവസം അത് നമുക്ക് ഭാരമാവും. മടിയൻ മല ചുമക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നമുക്കതൊരു ഭാരമായി മാറും. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മുടെ സ്ക്രീൻ ടൈം ഒരു ലിമിറ്റ് ചെയ്യുക, അതിനൊരു സമയം വെക്കുക, ഒരു ടൈം ടേബിൾ ഇടുക. പിന്നെ അതുമാതിരി തന്നെ മനസ്സിലാക്കുക ഇത് നമ്മുടെ സമയം കവർന്നെടുക്കുന്ന സംഭവമാണ്. അതുമാതിരി തന്നെ നമ്മുടെ മെന്റൽ ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ അത് ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കണക്ട് വിത്ത് അതേഴ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള പീപ്പിളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. എപ്പോഴും നമ്മളെ വിമർശിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുന്ന ആളുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അവർക്ക് റിപ്ലൈ കൊടുക്കാനോ അതിനൊന്നും പോവാൻ നിൽക്കണ്ട. അതേസമയം നമ്മുടെ ഗുണകാംക്ഷ ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾ ഇടപഴകുക. അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ടായിട്ടുള്ള ആളുകളായിട്ട്, അതായത് ഫാമിലി, അതുപോലെയുള്ള ഫ്രണ്ട്സുകളെ ഒക്കെ എന്താണ്, ഒക്കെ നമുക്ക് നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ള സംഗതികൾ, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ചിന്തകളും പെരുമാറ്റങ്ങളും ഒക്കെ ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് സുഖം തോന്നുന്ന, നമുക്ക് സമാധാനം തോന്നുന്ന, നമ്മുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യങ്ങൾ കാണിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് നമ്മൾ ഇടപഴകാൻ ശ്രമിക്കുക. ആൻസൈറ്റി ഉണ്ടാകുന്ന സമയങ്ങളിൽ കൂടുതലായിട്ട് ആർക്കെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറയുമെന്നുണ്ടെങ്കിൽ വിളിക്കുക, ചാറ്റ് ചെയ്താൽ കുറയുമെന്നുണ്ടെങ്കിൽ വിളിക്കുക, അതല്ലെങ്കിൽ ആരോടെങ്കിലും നേർക്കുനേരെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിളിക്കുക, സംസാരിക്കുക. അങ്ങനെ അത് മനസ്സിലുള്ള ഭാരം മായ്ച്ചു കളയുക. ഇനിയിപ്പോ പ്രെയർ ആണ്, ഏതിലൂടെയാണ് നമുക്ക് സമാധാനം കിട്ടണമെന്ന് വെച്ചാൽ ആ വഴി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചാലഞ്ച് നെഗറ്റീവ് തോട്ട്സ്. നമ്മളെ പിന്നെ എന്താ പറയാ, ദേഷ്യത്തിലേക്കും ദുഃഖത്തിലേക്കും ഒക്കെ നയിക്കുന്ന ചില നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളുണ്ട്, ഒരു ഇറിറ്റേഷൻ തരുന്ന ചിന്തകളുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമ്മുടെ ആൻസൈറ്റിയിലോട്ടാണ് അത് നയിക്കുക. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നാൽ തന്നെ അത് ഞാൻ അവിടെ പിടിച്ചിരുത്തില്ല എന്നുള്ള ചലഞ്ച് ചെയ്യുക. നമ്മുടെ ചിന്തകളെ ഒന്ന് വെല്ലുവിളിക്കുക. എന്തായിരുന്നാലും ആ ചിന്തകളുടെ പിന്നാലെ ഞാൻ പോവില്ല, അതെനിക്ക് അപകടകരമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുമാതിരി തന്നെ പിന്നെ ഒരു നല്ല ഗോള് സെറ്റ് ചെയ്യുക. നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണും, ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ വെച്ച് പുലർത്തും. സ്വപ്നങ്ങളെല്ലാം നമുക്കൊന്ന് എത്തിപ്പിടിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഓക്കെ, സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് നമ്മുടെ സ്വപ്നങ്ങൾ. ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല എന്നൊക്കെ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം ചില സ്വപ്നങ്ങൾ നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കണം. അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യണം. അതിന്റെ പിന്നാലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവും വേണം. പക്ഷെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത, അതായത് നമ്മുടെ കഴിവിനും അതീതമായ, നമ്മുടെ അഭിരുചിക്ക് ചേരാത്ത രീതിയിലുള്ള ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അത് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അവസാനം നമ്മൾ ഡിപ്രസ്ഡ് ആവും, ഭയങ്കരമായിട്ട് നിരാശ ഉണ്ടാവും. അപ്പം അതിന്റെ പിന്നാലെ പോവാതെ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് സ്മോൾ സ്റ്റെപ്സുകൾ എടുക്കുക. കുറച്ചായിട്ട് ഒന്നിച്ചിങ്ങോട്ട് ചെയ്യാമെന്നുള്ളതല്ല,
ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കും, മാസങ്ങൾ എടുക്കും, വർഷങ്ങൾ എടുക്കും അതിലോട്ട് എത്തിപ്പെടാൻ. അപ്പൊ അവധാനതയോടെ, ക്ഷമയോടെ അതിനുള്ള പ്ലാനിങ്ങും സംഗതികളൊക്കെ, ആരെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ കൂട്ടിയെടുത്തിട്ട് നമ്മൾ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറേശ്ശെ ആയിട്ട് അത് ഇങ്ങനെ പൂർത്തീകരിച്ച് ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി പൂർത്തീകരിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണ് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോന്നാവോ, അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും എന്നുള്ളത് ഉത്കണ്ഠപ്പെട്ടെടുക്കാതിരിക്കാതെ നമുക്കൊണ്ട് കഴിയുന്ന സംഗതികൾ നമ്മൾ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യുകയും അതിലേക്ക് പിന്നെ ഉള്ള എല്ലാ സോഴ്സസും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി പിന്നെ പറയുന്നത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ തേടുക എന്നുള്ളത്, അന്വേഷിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ കൗൺസിലർമാരെ എടുക്കാം, ഏതെങ്കിലും സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കൗൺസിലിങ്ങിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ EFTയിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ EFT കോഴ്സിലോട്ട് ഇതുപോലെ ഒരുപാട് ആളുകൾ ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് വന്ന ആളുകള് ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ അവര് സുഖമായിട്ട്, സ്വസ്ഥമായിട്ട്, ശാന്തമായിട്ടുള്ള ഒരു മനസ്സോടു കൂടെ ജീവിക്കുന്നുണ്ട്. മുൻപ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സംഗതികളും സുഖപ്പെട്ടിട്ട് ഇപ്പൊ EFT അതിന്റെ നല്ലൊരു മെഡിസിനാണ്. അതുപോലെ തന്നെയാണ് പിന്നെ കൗൺസിലിങ്ങും. അപ്പൊ ഏതാണ് സൗകര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഇതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തതിന് പുറമെ പിന്നെയും ആങ്സൈറ്റി അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടി തന്നെ വേണം. പിന്നെ ഒരു റിലാക്സേഷൻ റൊട്ടീൻ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഉദാഹരണത്തിന് യോഗ അതിന്റെ നല്ലൊരു പിന്നെ സൊല്യൂഷൻ ആണ് യോഗ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മസിലുകളൊക്കെ റിലാക്സ് ചെയ്തിട്ട് കിടന്നിട്ട് നമ്മൾ ശവാസനം എന്നൊക്കെ പറയുന്ന പോലെ കിടന്നുകൊണ്ട് നമ്മുടെ കൈകാലുകളെ തളർത്തിയിട്ട് റിലാക്സ് ആക്കിയിട്ട് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഡീപ്പ് ബ്രീത്ത് ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ചെയ്യുന്ന ഒരു റിലാക്സേഷൻ തെറാപ്പി ഉണ്ട്, അത് ചെയ്യാം. പിന്നെ അതുമാതിരി തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. പലപ്പോഴും നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നത് എന്താണ്? നന്ദിയില്ലാത്തൊരു ഹൃദയം എന്നൊക്കെ നമ്മൾ പറയുന്നു. നമ്മൾക്ക് പടച്ച തമ്പുരാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ്സ് പോരാ എന്ന് തോന്നുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഈ ഭാവിയെ കുറിച്ചിട്ടുള്ള നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അല്ലെ, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇത് പോരാ എന്നുള്ള ചിന്തയായിരിക്കാം അതിന്റെ മൂല കാരണങ്ങൾ. അപ്പൊ പടച്ച തമ്പുരാൻ ഇന്ന് വരെ ഇത്രയും സന്തോഷത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിച്ചല്ലോ, അതിന് താങ്ക് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹത്തിനും, നമുക്ക് കിട്ടിയ ആരോഗ്യത്തിനും, നമുക്ക് കിട്ടിയ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിലൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പറ്റുവാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം. നമ്മൾ EFTയിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു സൊല്യൂഷൻ ആണ്. അതുമാതിരി തന്നെ ടൈം മാനേജ്മെന്റ്, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നതും ആങ്സൈറ്റി ഉണ്ടാവുന്നതും ഒക്കെ എന്താണ്? നമുക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും പറയാനുള്ള ഒരു സംഭവമാണ് സമയമില്ല. അപ്പൊ നമുക്ക് ശരിക്കും ഈ കിട്ടിയ സമയം 24 മണിക്കൂർ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് കുക്കിങ്ങിന് ഇത്ര സമയം, നമ്മളെ ജോലിക്ക് ഇത്ര സമയം, വായിക്കാൻ ഇത്ര സമയം, എഴുതാൻ ഇത്ര സമയം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ ഹോംവർക്ക് ചെയ്യിക്കാന് പിന്നെ അവര് തന്നെ സ്വന്തം ചെയ്യണം. അവരെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമയം ഇതൊക്കെ തന്നെ TV കാണാനും പിന്നെ അതുമാതിരി തന്നെ നമ്മള് ഈ സോഷ്യൽ മീഡിയ ഇതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഇത്ര സമയം എന്ന് പറഞ്ഞ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ടൈമൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് സമയം. അപ്പൊ പിന്നെ അതുപോലെ തന്നെ അവോയ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം. നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പല സംഗതികളും ഇങ്ങനെ നീട്ടിവെക്കുമ്പോ അവസാനം എന്തുണ്ടാവും? മല ചുമക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തും, അല്ലെ? ചിലപ്പോൾ അത് നടന്നെന്ന് തന്നെ വരില്ല. പല സംഭവങ്ങളും നമ്മൾ എന്താണ്, നമ്മളുടെ അലസത കൊണ്ട്, ഈ അലസത എന്ന് പറയുന്നത് തന്നെ ഒരു പേടിയാണ്. അതായത് നമ്മുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് വിട്ട് കടക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയാണ്. അത് വിട്ടുപോകില്ല. ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സുഖമാണ്. ആ സുഖാവസ്ഥയിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യണം, എക്സസൈസ് ചെയ്യണം, അതുപോലെയുള്ള കാര്യങ്ങൾ, യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ആ സുഖകരമായ അവസ്ഥയിൽ നിന്ന്, ആ കംഫർട്ട് സോണിൽ നിന്ന് ഒന്നങ്ങോട്ട് വിട്ട് പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് അതൊരു പേടിയാണ്.
ആ പേടിയാണ് മടിയായി മാറും. അപ്പൊ എന്ത് വരും? നമുക്ക് ആ നീട്ടിവെക്കല് നടക്കും. ഇന്ന് ഇനിയിപ്പോ അത് പോട്ടെ, ഇനി നാളെ ചെയ്യാം, നാളെ അതിനേക്കാൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നീളം പോകും. അപ്പൊ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവോയ്ഡ് ചെയ്യുക. ഈ നീട്ടിവെക്കുന്ന സ്വഭാവം അത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അസർട്ടീവ് ആവാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് അസർട്ടീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾക്ക് പറ്റാത്ത സംഗതികള്, അതിന്റെ ഒരു ലക്ഷണമാണ് അത്, അല്ലെ? നമ്മൾക്ക് പറ്റാത്ത സംഗതികളാണ് ഏറ്റെടുക്കും. അതെന്താ കാരണം? അവരെന്ത് പറയും? നോ എന്ന് പറയാൻ അറിയണില്ല. അപ്പൊ എന്താ നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന് വേണ്ടതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫീലിങ്സുകൾ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സംഗതികൾ തുറന്നു പറയുവാൻ സാധിക്കും. യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ എന്ന്, അതല്ലെങ്കിൽ അതിന്റെ കാര്യകാരണ സഹിതം ഉറച്ചു നിന്നുകൊണ്ട് ആർക്കും ഒന്നും തോന്നാതെ, ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ, നല്ല രീതിയിൽ നമുക്കത് പറയാൻ സാധിക്കും. എന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണെങ്കിൽ കഴിയില്ല എന്ന് നല്ല രീതിയിൽ പറയാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താവും? നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എല്ലാം കൂടെ വലിച്ചു വാരി തലയിൽ ഏറ്റിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും. അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ല, അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അവർക്ക് എന്ത് തോന്നും, ഫ്രണ്ട്ഷിപ്പ് പിന്നെ മുറിഞ്ഞു പോവോ, അങ്ങനെയൊക്കെയുള്ള പിന്നെ എന്റെ സബോർഡിനേറ്റ് എന്ത് പറയും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത തലയിൽ ഏറ്റിട്ട് അങ്ങനെ ആൻസൈറ്റി ആയിട്ട് നടക്കും. അപ്പൊ അതേസമയം നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ സമയമല്ല ചെയ്യാൻ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. അതെന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല, അത് എന്റെ ഒരു അഭിരുചിയല്ല, അത് ഞാൻ അതിന് ഏബിൾ ആയിട്ടുള്ള ഒരാളല്ല, എനിക്കതിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയാൻ ഒരു മടിയും വേണ്ട. ഓക്കെ, അപ്പൊ എന്താണ്? അതിനൊക്കെ നമ്മൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു സൊല്യൂഷൻ. അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻ. അഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ എന്താണ്? നമുക്ക് ഈ സെൽഫ് എസ്റ്റീം വളർത്തിയെടുക്കാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ആളുകള്, അതുമാതിരി തന്നെ പിന്നെ നെഗറ്റീവ് തോട്ടുകള് കൗണ്ട് വെച്ചാല്, നെഗറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കാന്, ഇതൊക്കെ തന്നെ നമുക്ക് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആങ്സൈറ്റി മൂലം നമ്മൾ എന്താണോ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ളത്, നമ്മുടെ ഭയം മൂലം നമ്മൾ എന്താണോ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്യുമെന്ന് പോസിറ്റീവായിട്ടുള്ള ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. 21 ദിവസം കൊണ്ട് അതിന്റെ മാറ്റം നിങ്ങൾക്ക് കാണാം. നമ്മൾ EFTയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അഫർമേഷൻ എഴുതുക, പറയുക എന്നുള്ളത്. വിത്തിൻ 21 ഡേയ്സ് എന്നുവെച്ചാൽ പിന്നെ 21 ദിവസം നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പൊ ഇത്രയും സംഗതികളാണ് ഞാൻ ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങളോട് കോമൺ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. പിന്നെ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഒരു മെഡിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്, ഈ ആങ്സൈറ്റി ഒന്ന് റിഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെഡിറ്റേഷൻ നമ്മൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് റെഡി ആവുക. ഓക്കെ.